good morning. ഇന്ന് നമുക്കൊരു ഓട്സ് പാൻകേക്ക് ഉണ്ടാക്കിയാലോ. ഓട്സ് പാൻകേക്ക് എന്ന് പറയുമ്പോൾ പാൻകേക്കിന്റെ കറക്റ്റ് റെസിപ്പി അല്ല കേട്ടോ ഇത്. പാൻകേക്കിന്റെ കറക്റ്റ് റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ ഒക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ, പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു 1/4 കപ്പ് ഓട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ റെസ്റ്റ് ചെയ്യാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിലും ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓട്സ് പാൻകേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട മുഴുവൻ വേണ്ട കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചിങ്ങൻ പഴമാണ്. ചിങ്ങൻ പഴം എന്ന് പറയുമ്പോൾ റോബസ്റ്റ പഴം. ഇത് വലിയ പഴമാണെങ്കിൽ പകുതി മതി, ചെറിയ പഴമാണെങ്കിലും മുഴുവൻ എടുക്കാം. ഏത്തപ്പഴം ഒഴികെ നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഏത്തപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ബാക്കി ഏത് പഴം, ചെറിയ പഴങ്ങൾ ഏതാണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഓട്സ് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഓട്സ് ആണ്. തൊലി കറുത്ത് തുടങ്ങിയ പഴമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം 2-3 പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട, ഒരു മുട്ട മുഴുവനായിട്ട് ചേർക്കുക. മുട്ടയുടെ യോക്കും വൈറ്റും മുഴുവനായിട്ട് ചേർക്കുക. അടുത്ത മുട്ടയുടെ വൈറ്റ് മാത്രം നമുക്ക് മതി, യോക്ക് വേണ്ട. അപ്പോൾ വൈറ്റ് മാത്രം ചേർക്കുക. ഇത് നമുക്ക് ബട്ടറിലും ചെയ്യാം, അതുപോലെ തന്നെ നെയ്യിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നെയ്യിലാണ് ചെയ്യുന്നത്. ഒരു പിഞ്ച് ഏലക്കപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ വാനില എസൻസ്, അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇതിപ്പോൾ ഒരു 2 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കാനുള്ള അളവേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ 1/4 കപ്പ് ഓട്സ് എന്നുള്ളത് 1/2 കപ്പ് ഓട്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മുട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പേർക്കോ 4 പേർക്കോ കഴിക്കാനുള്ള അളവിലേക്ക് ഉണ്ടാക്കാം. അപ്പോൾ പഴം 1 എന്നുള്ളത് 1.5 ആക്കുക. അങ്ങനെ അളവിൽ ചെറിയ വ്യത്യാസം വരുത്തുക. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാനിപ്പോൾ പറഞ്ഞല്ലോ നെയ്യാണ് ചേർക്കുന്നതെന്ന്. നെയ്യോ ബട്ടറോ നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പാനിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് പാനിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ മതി. തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ അടിഭാഗം വേഗം കരിഞ്ഞു പോകും. അപ്പോൾ തുറന്ന് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ബബിൾസ് ഇതുണ്ടോ, ഇതുപോലെ ചെറിയ ബബിൾസ് വരും. ആ ബബിൾസൊക്കെ വന്ന് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് കുക്ക് ആയി വന്നിട്ടുണ്ടോ, ബബിൾസൊക്കെ വന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും കുക്കായി കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ 2 പാൻകേക്ക് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളല്ലേ, ഹെൽത്തി ആയിട്ട് വളരെ സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെയ്യും ബട്ടറും വേണ്ടാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ വെറുതെ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നെയ്യും ബട്ടറും ഒന്നും യൂസ് ചെയ്യണം എന്നില്ല. അതൊക്കെ നിങ്ങൾ വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇത് 2 ഒഴിവാക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മുട്ട മാത്രം ചേർത്താൽ മതി. പഴം ചേർക്കണം കേട്ടോ, അപ്പോഴേ പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ വാനില എസൻസോ ഏലക്കപ്പൊടിയോ ചേർത്താലേ ആ ഒരു ടേസ്റ്റ് പെർഫെക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഹണി ചേർത്തിട്ട് കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മേപ്പിൾ സിറപ്പ് ചേർത്തിട്ട് കഴിക്കാം. ഹണി ആയിരിക്കും കുറച്ചുകൂടി നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇന്ത്യൻ ടേസ്റ്റിന്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. കുക്കായിട്ടുണ്ടാവും, അധികം സമയം എടുക്കില്ല കുക്കാവാനായിട്ട്. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഹണി ചേർത്തിട്ടാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.